എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റായ നൂഡിൽസ് കൊണ്ടുള്ള ഒരൈറ്റമാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കി വെക്കുകയാണ്. പകുതി അളവിൽ മൈദയും പകുതി അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നത്. മാക്സിമം കനം കുറച്ച് വേണം ഇതുണ്ടാക്കി വെക്കാൻ. ഇവിടെ ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകിൻ്റെ അകത്തെ കുരു കളഞ്ഞതിന് ശേഷം ചെറുതാക്കി മുറിച്ചതും ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ റെഡിയാക്കുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉരുകി വരുമ്പോൾ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം, ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 പീസ് മാഗി എടുക്കുന്നുണ്ട്. സവോള ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റോളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ സമയം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോളിന് വേണ്ട ചേരുവകളൊക്കെ പാകമായിട്ടുണ്ട്. ഇതിനി പാത്രത്തിൽ നിന്ന് മാറ്റാം. ക്യാപ്സിക്കം ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകളൊക്കെ വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം മാഗിയുടെ പീസ് ഒന്ന് ഒടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ടാണ് നൂഡിൽസ് ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണയായി 2 പീസിന് 2 പാക്കറ്റ് മസാലയാണ് ചേർക്കാറ്. ഇവിടെ 1 പാക്കറ്റ് മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് 2 പാക്കറ്റും ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് തീ കൂട്ടിയിടാത്തത്. നൂഡിൽസ് കുക്കായി വരുന്ന സമയത്ത് ഇത് റോള് ചെയ്യാനുള്ള ചപ്പാത്തി ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാം. നേരത്തെ ഈ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു. 2 സൈഡിലും ബട്ടർ തേച്ച് ഇതൊന്ന് ക്രിസ്പിയാക്കി എടുക്കാം. മാക്സിമം കനം കുറച്ച് വേണം ചപ്പാത്തി പരത്തിയെടുക്കാൻ. പകുതി അളവിൽ മൈദയും പകുതി അളവിൽ ഗോതമ്പ് പൊടിയും ചേർത്താണ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തി ഇവിടെ ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി റോളിനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടുകളും കൂടെ ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തതിന് ശേഷം നൂഡിൽസിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ വിനാഗിരിയും പഞ്ചസാരയും കൂടെ ചേർന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സവോളയും പച്ചമുളകുമാണിത്. ഇതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസിൻ്റെ സ്ലൈസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള ഒരു റോളാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.